അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 6 ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എ സി കറണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ എ സി കറണ്ട് എന്താണ്? ഒരു സൈൻ വേവിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന കറണ്ട് ആണ്. ഓക്കെ, ഓൾട്ടർനേറ്റീവ്ലി വേരിയിങ് ചെയ്യുന്ന കറണ്ട് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ടൈമിനനുസരിച്ചിട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്സ് വേരി ചെയ്യുന്ന കറണ്ട് നമ്മൾ എന്ത് പറയും? എ സി കറണ്ട് എന്ന് പറയും. അപ്പോൾ ഈ കറണ്ട് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡി സി കറണ്ടും എ സി കറണ്ടും. അറിയാലോ, ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റീവ് കറണ്ടും. അപ്പോൾ നമ്മുടെ ഹൗസ് പർപ്പസിന് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ചാൽ എ സി കറണ്ട് ആണ്. 230 വോൾട്ട് എ സി കറണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോർമലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. 50 ഹെഡ്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. കാരണം നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ചെയ്യണം. അറിയാലോ, കാരണം പവർ ജനറേഷൻ നടക്കുന്നത് ഡാമിന്റെ അടുത്ത് പവർ സ്റ്റേഷൻസിലായിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ എത്ര എന്ത് ചെയ്യണം? ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യണം. ഓരോ സ്ഥലത്തും കൊണ്ടുവന്ന് പവർ ജനറേറ്റേഴ്സ് വയ്ക്കുന്ന അത്രയും എന്തല്ല, അത് എക്കണോമിക്കലി കറക്റ്റ് അല്ല, അല്ലെങ്കിൽ എൻവയോൺമെന്റിന് എന്ത് ചെയ്യാം? ദോഷം ചെയ്യാം. അവിടെ നമ്മൾ ഡാം ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂവൽസ് കത്തിച്ച് ന്യൂക്ലിയർ പവർ പ്ലാന്റോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? നിർമ്മിക്കേണ്ടി വരും. ഓരോ ഏരിയസിലായിട്ട് നമ്മുടെ വീട്ടിനകത്ത് ജനറേറ്റേഴ്സ് പവർ ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് എന്തല്ല, അത്രയും എഫിഷ്യന്റ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് തന്നെ പവർ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ലൈൻസ് വഴി, ട്രാൻസ്മിഷൻ ലൈൻസ് വഴി എന്ത് ചെയ്യും? അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? അത്രയും ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന കറണ്ട് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡി സി കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരില്ല? ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യും? അവിടെ ഹീറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് വെക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാം. ഈ ഒരു കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്യും? ഇവിടെ കൂടി പോകുന്ന കറണ്ടിനെ ഹീറ്റ് എനർജിയിൽ കൺവേർട്ട് ചെയ്യും. നമുക്ക് ഇവിടെ ഇപ്പോൾ പവർ സ്റ്റേഷനിൽ ഞാൻ ഇപ്പോൾ ഒരു 6 വോൾട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എത്തുന്ന സമയത്ത് എത്രയാവും? ഒരു 1 വോൾട്ട് മാത്രമേ കാണുള്ളൂ. ബാക്കി എന്ത് ചെയ്യും? ഇവിടെ റെസിസ്റ്റൻസ് ലോസും ഹീറ്റ് ലോസും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഡിവൈസസിൽ, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന, ഹോമിൽ യൂസ് ചെയ്യുന്ന സാധാ ഡിവൈസ്, എക്സാമ്പിൾ നമ്മുടെ ഫോൺ ആയാലും ഇപ്പോൾ ലാപ്ടോപ്പ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ ഡിവൈസ്, ടി വി ആയാലും, ഇതൊക്കെ എന്താണ്? അതൊക്കെ ഇപ്പോഴത്തെ എല്ലാ ഡിജിറ്റൽ ഡിവൈസസും വർക്ക് ചെയ്യുന്നത് എന്താണ്? അത് ലോ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത്, സ്റ്റെപ്പ് ഡൗൺ സർക്യൂട്ട്സ് കാണും. നമ്മളിപ്പോൾ മൊബൈലിൽ ചാർജറോ അല്ലെങ്കിൽ അഡാപ്റ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് മാത്രം, ശരിക്കും 5 വോൾട്ട് 12 വോൾട്ട് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇപ്പോഴത്തെ എല്ലാ ഡിവൈസും. മാക്സിമം പോയി കഴിഞ്ഞാൽ 19 വോൾട്ട് 24 ഇത്രയും മാത്രമേ പോകത്തുള്ളൂ. അതിനപ്പുറമുള്ള ഡിവൈസസും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ലെവലിലോട്ട് എന്ത് ചെയ്യും? നമ്മളതിനെ കുറച്ചെടുക്കും. ഓക്കെ, മുമ്പത്തെ ആ ഒരു 60 വാട്ട്സിന്റെ ബൾബൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഏകദേശം 230 വോൾട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ബൾബ്സ് ആയിരുന്നു. അതാണ് അത് എനർജി അത്രയും എഫിഷ്യന്റ് അല്ല എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു? അതൊക്കെ മാറ്റി ഇപ്പോൾ LEDs ആണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? ഇത്രയും കുറഞ്ഞ വോൾട്ടേജിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 230 വോൾട്ടിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 11 കിലോ വോൾട്ടും അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലോട്ട് 230 എത്തിക്കും. അതിനുശേഷം നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അഡാപ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വീണ്ടും 5 വോൾട്ട് 12 വോൾട്ട് 24 വോൾട്ട്, മാക്സിമം 24 വോൾട്ട് ഒക്കെയാണ് യൂസ് ചെയ്യുന്ന ഡിവൈസസിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കൺവേർഷൻ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചാപ്റ്ററിലോട്ട് കിടക്കാം. നമുക്കിവിടെ ഇതിന്റെ ഇക്വേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ദാറ്റ് ഈസ് an alternating current or voltage is defined as one whose magnitude change with the time and whose direction reverse at a regular period repeating interval. The symbol of a sinusoidal AC is represent is a circle with a sine wave in it. Okay, അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എ സി സർക്യൂട്ട് സിമ്പിൾ ആണ്. എന്താണ് എ സി സർക്യൂട്ട് സിമ്പിൾ എന്ന് പറയുന്നത്? ഒരു സർക്കിളിനകത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒരു സൈൻ വേവിന്റെ സിമ്പിൾ അവിടെ കൊടുത്തിരിക്കും. അത് നമ്മൾ എന്ത് പറയുന്നത്? എ സി സർക്യൂട്ടിന്റെ സിമ്പിൾ. ഓക്കെ, ഇനി അപ്പോൾ എവിടെ കണ്ടാലും ഇത് എന്താണ്? എ സി ജനറേറ്റർ. നിങ്ങൾക്ക് അറിയായിരിക്കും ഇത്, കാരണം നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കപ്പോഴും. ഓക്കെ, അല്ലെങ്കിൽ 12th നമ്മൾ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇതാണ് എ സി സർക്യൂട്ട് അല്ലെങ്കിൽ എ സി ജനറേറ്ററിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് പ്രൊഡക്ഷൻ ഓഫ് എ സി ബൈ റൊട്ടേറ്റിംഗ് കോയിൽ. അത് നമുക്കറിയാലോ. നമുക്കിപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിലിൽ കൂടി വേരി ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ എ സി ജനറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറേറ്റേഴ്സിനെ കറക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അവിടെ കറണ്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇസ് വെരി മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ കൺസിഡർ എ ഫ്ലാറ്റ് കോയിൽ ഓഫ് n ടേൺസ് ആൻഡ് ഏരിയ a റൊട്ടേറ്റിംഗ് വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ അവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു കോയിൽ വിത്ത് ഏരിയ a എന്ന് വെച്ചാൽ ആ കോയിലിന്റെ ഏരിയ ആണ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ചുറ്റും രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മാഗ്നറ്റിക് ഫീൽഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എ സി ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് നമുക്ക് കറക്റ്റ് ഫിഗർ കിട്ടും. ഇതൊരു നോർത്ത് പോൾ മാഗ്നറ്റ് ആയിരിക്കും, ഇതിപ്പോൾ സൗത്ത് പോൾ മാഗ്നറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോയിൽ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കോയിൽ വെച്ച് കൊടുക്കും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് സ്ലിപ്പ് റിംഗ്സും ബാക്കി കമ്മ്യൂട്ടേറ്റർ അങ്ങനെ കുറച്ച് ഡിവൈസസ് ഉണ്ട്, ബ്രഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്ന റിവേഴ്സ് പ്രോസസ് ആണ് മോട്ടോഴ്സിൽ വരുന്നത്. അവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇലക്ട്രിസിറ്റി കിട്ടും. ഓക്കെ, റിവേഴ്സ് പ്രോസസ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ എ സി കറന്റ് പ്രൊഡക്ഷൻ മാത്രം നോക്കുക.
തിരിച്ചത് മോട്ടർ ആക്കുള്ള കാര്യം ഇപ്പോൾ നോക്കണ്ട. ഓക്കെ, നോക്കുക. That is about an axis perpendicular to the uniform field P as shown in the figure 6.2a. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളതനുസരിച്ച് എന്ത് ചെയ്യണം, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുവാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആ ഒരു കോയിലിന്റെയും കേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗർ കാണിക്കുന്നത് വെച്ചാൽ ഇത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കോയിലും ഈ ലൈൻസ് കാണിച്ചിരിക്കുന്നത് എന്താണ്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് let the normal to the coil makes an angle theta with the direction of the magnetic field. When the time t is equal to 0, let the plane of the coil be perpendicular to the magnetic field. That is t is equal to 0, theta is equal to 0. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇനിഷ്യലി ടൈമിൽ നമ്മളിവിടെ ടൈം 0 എടുക്കുന്ന സമയത്ത് തീറ്റ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ 0 ആക്കി എടുക്കുകയാണ്. അപ്പോൾ തീറ്റ 0 ആവുന്ന സമയത്ത് അവിടെ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ, അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഫൈ ആണ്, അവിടെ കൂടി എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നു എന്ന കേസാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടുത്തെ ഫ്ലക്സ് എന്താണ്, ഫൈ is equal to NAB cos theta എന്ന് കിട്ടും. N number of turns, B magnetic field, A area of the cross section, and theta is the angle between the coil and the magnetic field. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രൈറ്റ് ലൈൻ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സ്ട്രൈറ്റ് ലൈൻ പാത്തിൽ നോർത്ത് സൗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അവിടുത്തെ ഫ്ലക്സ് ഫൈയുടെ വാല്യൂ എന്ത് കിട്ടും, ഫൈ is equal to NAB കോസ് തീറ്റയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഒമേഗ ടി കൊടുക്കുക. കാരണം നമ്മുടെ ടൈമിന്റെയും ആ ഒരു റൊട്ടേഷന്റെ വെലോസിറ്റി എന്ത് ചെയ്യണം, അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഒമേഗ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒന്നുകിൽ കോസിന്റെ ഫംഗ്ഷൻ ആയിട്ടോ സൈനിന്റെ ഫംഗ്ഷൻ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എ സി കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എ സി കറണ്ടിന്റെ ഫിഗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേവ് ഫോം എന്ന് പറയുന്നത്. സൈൻ വേവിന്റെ അല്ലെങ്കിൽ കോസ് വേവിന്റെ ഫോം ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതിൽ അറിയാം, ഈ ഒരു E0 വാല്യൂ ആണ് മാക്സിമം പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇക്വേഷൻ E0 സൈൻ ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞ് എഴുതുമല്ലോ. അപ്പൊ ആ ഒരു എഴുതുന്ന ഇക്വേഷൻ E0 എന്താണ്, ഇതിന്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ശരിക്കും സൈൻ വേവിന് മാക്സിമം വാല്യൂ മാത്രമല്ല, ഈ ഓരോ ഇൻസ്റ്റന്റിലും എന്തുണ്ട്, വാല്യൂസ് ഉണ്ട്. കണ്ടിന്യൂസ്ലി വേരിങ് ആണ് സൈൻ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻസ്റ്റന്റിലും വാല്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ ഏറ്റവും പീക്ക് വരുന്ന വാല്യൂ ആണ് എന്ത്, E0 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈൻ വേവിനെ സംബന്ധിച്ചുള്ളതിന് അപ്പർ ഹാഫ് സൈക്കിളും ഉണ്ട്, അതുപോലെ തന്നെ ലോവർ ഹാഫ് സൈക്കിളും ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ്, ഇതെന്റെ ഈ ഒരു സെക്ഷൻ വരുന്നതിന്റെ അപ്പർ ഹാഫ് സൈക്കിളും ഇതെന്റെ ലോവർ ഹാഫ് സൈക്കിളും ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് E0 മാക്സിമം വാല്യൂ ആയിരിക്കും. ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്തായിരിക്കും, -E0 ആയിരിക്കും ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇതിൽ നോക്കേണ്ടത്. ഇത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇത് സൈൻ വേവിന്റെ വേവ് ഫോം ആണ്. നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എത്രയായിരിക്കും? അപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമല്ലോ, കാരണം വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അവിടെ കോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോയിലിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൾട്ടിമീറ്റേഴ്സ് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ് ദ കോയിൽ ഈസ് ഈക്വൽ ടു -dφ/dt. അപ്പോൾ അവിടെ നമുക്ക് ഫൈയുടെ വാല്യൂ അറിയാം. ഫൈ ഈസ് ഈക്വൽ ടു NAB cos ഒമേഗ ടി ആണ്. അപ്പോൾ അവിടെ ആ ഒരു ഫൈയുടെ വാല്യൂ വേരി ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ടൈം അവിടെ വേരി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു -dφ/dt and which is equal to NAB cos ഒമേഗ ടി എന്ന് കിട്ടും. ഇനി അത് നമ്മുടെ സൈൻ വേവിന്റെ ഇക്വേഷൻ സൈനിലോട്ട് മാറും. കാരണം ഇപ്പൊ നമ്മൾ അവിടെ കോസിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. കോസിന്റെ ഡെറിവേറ്റീവ് വരുന്നത് -sin x ആണ്. അപ്പോൾ ഒരു മൈനസ് ഇപ്പോൾ തന്നെ ഉണ്ട്. ആ മൈനസ് സൈനിന്റെ മൈനസ് എന്താ, പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 sin ഒമേഗ ടി എന്നായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ E0 is equal to NAB sin ഒമേഗ ടി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് അടുത്ത മാക്സിമം വാല്യൂ ഓഫ് EMF. അവിടെ ഉണ്ടാകുന്ന EMFന്റെ മാക്സിമം വാല്യൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 230 വോൾട്ട് നമ്മുടെ ഹൗസിലൊക്കെ വരുന്ന ഇതിന്റെ 230 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അതിന്റെ മാക്സിമം വാല്യൂ 230 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 230 വോൾട്ട് ഇട്ട് വീണ്ടും ഡിക്രീസ് ചെയ്യും. പിന്നെ അതിന്റെ ഹെഡ്സ് ഫ്രീക്വൻസി 50 ഹെഡ്സ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതൊരു ഇൻട്രപ്ഷൻ തോന്നാത്തത്. നമ്മളിപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്ലർ അല്ലെങ്കിൽ ഒരു മിന്നൽ തോന്നുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു പൾസിങ് തോന്നുന്നില്ല. കാരണം എന്താണ്, അത്രയും നമ്മൾ സൈക്കിൾസ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 സൈക്കിൾ 1 ഹെഡ് സെക്കൻഡ് ഫ്രീക്വൻസി എന്ത് ചെയ്യും, അത് നമ്മുടെ ലൈറ്റ്സ് എല്ലാം കിടന്ന് മിന്നും. അതിന്റെ റീസൺ എന്താണ്, നമ്മുടെ ഫ്രീക്വൻസി കൂടുതലാണ്. അത്രയും ടൈം അത് എടുക്കും എന്ത് ചെയ്യും, കവർ ചെയ്ത് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൊട്ടേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റൊട്ടേഷൻ അനുസരിച്ചാണ് ഇവിടെ നമുക്ക് ഈ ഒരു സൈൻ വേവ് ആയിട്ട് കിട്ടുന്നത്. From the graph it is seen that the direction of the EMF is reversed every half revolution of the coil. This type of EMF is called alternating EMF and corresponding current is called alternating current. അപ്പോൾ ആ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് സൈൻ വേവിന്റെ ഫംഗ്ഷൻ മാക്സിമം ആംപ്ലിറ്റ്യൂഡും അത് ഈ തിരിഞ്ഞു വരുന്ന അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്ത് മാക്സിമം എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ മാക്സിമം വാല്യൂ കിട്ടും. വീണ്ടും തിരിഞ്ഞ് ആ ഒരു നെഗറ്റീവ് പാത്ത് എത്തുന്ന സമയത്ത് മൈനസ് വാല്യൂ കിട്ടും. വീണ്ടും എന്ത് ഓൾട്ടർനേറ്റിംഗ് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ത് പറയും, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. അല്ലാതെ EMF ആണ് നോക്കുന്നതെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് EMF ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഒരു AC ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടത് അതിന്റെ ഫ്രീക്വൻസി അതുപോലെ ടൈം പീരീഡ് ആണ്. വൺ സെറ്റ് ഓഫ് കംപ്ലീറ്റ് വേരിയേഷൻ ഓഫ് കറണ്ട് വോൾട്ടേജ് ഈസ് കോൾഡ് വൺ സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇത്രയാണ് എന്ത് വൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് മുതൽ ഇതുവരെയാണ് എന്ത് അതിന്റെ വൺ സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് വരുന്നുണ്ട്,
നമ്മൾ ഒരു സെക്കൻഡ് നോക്കുന്ന സമയത്ത് എത്രത്തോളം സൈക്കിൾസ് വരുന്നു അതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഫ്രീക്വൻസി പറയുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസിയുടെ റിലേഷൻ എന്താണ്, നിങ്ങൾ S1 പഠിക്കുന്ന ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ് എന്ത്, ആംഗുലർ ഫ്രീക്വൻസി നമ്മുടെ നോർമൽ ഫ്രീക്വൻസിയുടെ റിലേഷൻ. ആൻഡ് ടൈം പീരീഡ് എന്തായിരിക്കും, ആ ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സ് ആയിരിക്കും ടൈം പീരീഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഈസ് കോൾഡ് പീരീഡ്, ദാറ്റ് ഈസ് T ആണ്. T ഈസ് ഈക്വൽ ടു 2π/ω. ഓക്കെ, ഇതാണ് അവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി തന്നാൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ടൈം പീരീഡ് തന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി അറിയാമെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാം. പ്രോബ്ലം സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ഇനി പീക്ക് വാല്യൂ ആണ്. അപ്പോൾ പീക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇക്വേഷൻ വൈസ് നോക്കുന്ന സമയത്ത് EMFന്റെ ഇക്വേഷൻ E=E0 sin ω t ആണ്. അതിൽ E0 ആണ് എന്താ അവിടുത്തെ പീക്ക് വാല്യൂ ഓഫ് EMF എന്ന് പറയുന്നത്. ഇനി കറണ്ട് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് കറണ്ട് I=I0 sin ω t ആണ്. അവിടെ I0 ആണ് എന്ത്, അവിടുത്തെ കറണ്ടിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇപ്പൊ ഈ ഫിഗറിലൂടെ പീക്ക് വാല്യൂ കാണിച്ചിട്ടുണ്ട്. E0 എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ പീക്ക് വാല്യൂ ആയിരിക്കും. ഓക്കെ, വോൾട്ടേജിന്റെ കറണ്ട് ആയിരുന്നു. കറണ്ട് എടുത്തു കഴിഞ്ഞാൽ കറണ്ടിന്റെ പീക്ക് വാല്യൂ, EMF എടുത്തു കഴിഞ്ഞാൽ EMFന്റെ പീക്ക് വാല്യൂ. ഓക്കെ, ഇനി ആവറേജ് വാല്യൂ, മീൻ വാല്യൂ ഓഫ് AC. അപ്പോൾ നമ്മുടെ AC കറണ്ട് എന്ത് ചെയ്യുന്നു, I=I0 sin ω t എന്ന് പറയുവാണ്. അപ്പോൾ ഈ I0 എന്ന് പറയുന്നത് അവിടുത്തെ പീക്ക് വാല്യൂ ആയിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഇൻ എയ്തർ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് sin ω t ഓവർ എ ഹാഫ് സൈക്കിൾ ഈസ് 0. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആവറേജ് വാല്യൂ, അതായത് നമുക്കിപ്പോൾ ഉള്ളതിന്റെ ടോട്ടൽ ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് എന്ത്, ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മുകളിൽ ഒരു കറണ്ട് ഉണ്ട് പ്ലസ് I0യും താഴെ ഒരു കറണ്ട് മൈനസ് I0യും. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ മാക്സിമം വാല്യൂ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് അവിടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു പ്ലസ് I0 വരും, കറണ്ടിന്റെ കേസ് ആണെങ്കിൽ പ്ലസ് E0 വരും, അതുപോലെ മൈനസ് I0 വരും, അല്ലെങ്കിൽ മൈനസ് E0 വരും. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആവറേജ് വാല്യൂ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ആഡ് ചെയ്ത് 2 എടുക്കാൻ നോക്കുന്ന സമയത്ത് എന്തായി പോകും, ഇവിടെ നമുക്ക് I0യും ഇവിടുത്തെ ഈ I0 എന്താവും, മൈനസ് I0 ആണ്. അപ്പൊ ഇത് നമുക്ക് 0 ആയിട്ട് പോകും. അപ്പൊ ആവറേജ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആവറേജ് വാല്യൂ സൈൻ ω t ഓവർ ഹാഫ് സൈക്കിൾ 0. അതുകൊണ്ട് മീൻ വാല്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒറ്റ വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. കാരണം നോർമലി ഒരു ആവറേജ് വാല്യൂ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് രണ്ട് ഹാഫ് സൈക്കിൾസിന്റെ വാല്യൂസ് ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 കൊടുക്കുന്ന സമയത്താണ് എന്ത് കിട്ടുന്നത്, ആവറേജ് വാല്യൂ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആവറേജ് വാല്യൂ എടുക്കാൻ നോക്കുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി പോകും, ആ ഒരു വാല്യൂ ഇവിടെ 0 ആയി പോകും. അങ്ങനെ ആവറേജ് വാല്യൂ എടുത്തിട്ട് വേറൊരു കാര്യമില്ല, ഉപയോഗമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു AC കറണ്ടിന്റെ ആവറേജ് വാല്യൂ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ഹാഫ് സൈക്കിളിന്റെ വാല്യൂ മാത്രം എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഇവിടെ നോക്കുമ്പോൾ the mean value or average value of an AC over a half cycle defined as the value of steady current which would send the same amount of charge to a circuit for a half time period, that is AC, are sent by the AC through the same circuit under the same condition and time. അതായത് ഇവിടുത്തെ ഒരു ആവറേജ് വാല്യൂ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതേ സെയിം എമൗണ്ട് ഓഫ് DC കറണ്ട്, ഇപ്പൊ ഒരു ചാർജിനെ എന്തെങ്കിലും മൂവ് ചെയ്യാനായിട്ട് എത്രത്തോളം AC കറണ്ട് അവിടെ ആവശ്യമെന്ന് നോക്കുക. അപ്പൊ അതേ ഒരു ചാർജ് മൂവ് ചെയ്യാനായിട്ട് അതിന് തുല്യമായിട്ട് എത്രത്തോളം DC കറണ്ട് ആണ് ഉപയോഗിക്കുന്നത് നോക്കുക. ശ്രദ്ധിക്കുക, നമുക്കിപ്പോ ഒരു എന്ത് ചെയ്യണം, ഒരു ചാർജ് ഒരു സർക്യൂട്ടിലൂടെ സെൻഡ് ചെയ്യണം, ഒരു ചാർജ്. അപ്പൊ അത് സെൻഡ് ചെയ്യാനായിട്ട് നമുക്കിപ്പോ ഒരു 230 വോൾട്ട് AC കറണ്ട് ഇവിടെ വേണം. അത് നമുക്ക് അറിയാം 230 വോൾട്ട് വേണം. അപ്പൊ അതിന് ഇക്വലന്റ് ആയിട്ട് എത്രത്തോളം DC കറണ്ട് കൊടുത്താൽ ഈ ഒരു ചാർജ് സർക്യൂട്ടിൽ മൂവ് ചെയ്യുമെന്ന് നോക്കുക. അപ്പൊ ആ ഒരു DC ഇക്വലന്റ് സ്റ്റഡി കറണ്ട് നമ്മൾ എന്ത് പറയുന്നത്, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ശരിക്കും ഒരു AC കറണ്ടിന്റെ ആവറേജ് വാല്യൂ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ശരിക്കും അവിടെ DC കറണ്ട് ആണ്. അപ്പോൾ ശരിക്കും നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. അപ്പൊ അതെന്താണ്, അവിടുത്തെ DC കറണ്ട് ആണ്. അപ്പൊ അതാണ് നമ്മൾ അവിടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആവറേജ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ I ആവറേജ് അല്ലെങ്കിൽ I മീൻ വാല്യൂ, ഇറ്റ് ഈസ് ദ DC ഇക്വലന്റ് സ്റ്റഡി കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ അല്ലാതെ ഒരു AC സർക്യൂട്ടിന്റെ ടോട്ടൽ ആവറേജ് എടുത്ത് നമുക്ക് എന്ത് കിട്ടത്തില്ല, കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്, ഇറ്റ് ഈസ് ദ half cycle is defined as the value of steady current DC which should send the same amount of charge through a circuit for half the time period of the AC. Okay, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഓർത്തിരിക്കാം. അല്ല രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി പോകും, 0 ആയിട്ട് പോകും. ഇനി അടുത്ത് നോക്കാൻ എന്താണ്, the instantaneous value of AC is equal to IC equal to, നമുക്ക് ആവറേജ് വാല്യൂ ഇത്രയും നോക്കാനായിട്ടാണ് IC equal to I0 sin ω t ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണം, ഇനി ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ ടൈം 2/T ആണ്. ഇന്റഗ്രൽ 0 to T/2 I dt എന്ന് കിട്ടും. ആൻഡ് ദെൻ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ T എന്ത് ചെയ്തു, T നമ്മൾ ആ ഒരു ആംഗുലർ ഫ്രീക്വൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് 1/π ആയിട്ട് മാറുന്നു. T/2 പകരം നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് ആ ഒരു ആവറേജ് വാല്യൂവിനെ ആംഗുലർ ഫ്രീക്വൻസി റേഞ്ചിലോട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/π ഇൻറ്റു ഇന്റഗ്രൽ 0 to π I0 sin ω t
ഡി ഒമേഗ ടി എന്ന് കിട്ടും. അപ്പോൾ സിംപ്ലിഫൈസ് എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2I0/π എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 2/π എന്ന് പറയുന്നത് എന്തായിരിക്കും 0.673 ആണ്. ഓക്കെ, അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് എ സി എന്തായിരിക്കും? ദാറ്റ് ഈസ് 0.673 ഇൻറ്റു പീക്ക് വാല്യൂ ഓഫ് എ സി. അതായത് നമുക്ക് അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈൻ വേവിന്റെ ഇതിൽ നിന്നും പീക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പീക്ക് വാല്യൂ ഇൻറ്റു 0.637 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്നത് ഐ ആവറേജ് ആയിരിക്കും. ദാറ്റ് ഈസ് ഐ ആവറേജ് ഈസ് ഈക്വൽ ടു 0.6370. ഇനി ഇതേപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, എ സി വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായിരിക്കും, ദാറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ഇ ആവറേജ് ഈസ് ഈക്വൽ ടു 0.637E0 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം അവിടെ നോക്കുക. ഇതാണ് നമുക്ക് എ സി കറണ്ടിന്റെ ആവറേജ് വാല്യൂല് നോക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് ദ RMS വാല്യൂ ഓഫ് എഫക്റ്റീവ് വാല്യൂ വിർച്വൽ വാല്യൂ ഓഫ് ദ കറണ്ട്. ഇനി RMS വാല്യൂ ആണ് നമുക്ക് നോക്കേണ്ടത്. RMS വാല്യൂ എന്ന് വെച്ചാൽ ദ RMS വാല്യൂ ഇസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ആവറേജ് ഐ സ്ക്വയർ ഡ്യൂറിങ് എ കംപ്ലീറ്റ് സൈക്കിൾ വേർ ഐ ഇസ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് എ സി. അതായത് നമുക്ക് ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ അതിന്റെ സ്ക്വയറിന്റെ റൂട്ട് എടുത്ത് നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ആവറേജ് വാല്യൂ. ഐ സ്ക്വയറിന്റെ ഐ സ്ക്വയർ മീൻസ് ഐ സ്ക്വയർ വാല്യൂ എടുക്കുക, അതിന്റെ ആവറേജ് എടുക്കുക, പിന്നെ എന്ത് ചെയ്യുക, അതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ ആ ടൈമിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്, ഇസ് ദ RMS വാല്യൂ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അറിയാലോ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണ്, I is equal to I0 sin omega t ആണ്. Then the average value of squared current over a complete cycle is denoted by I square average. മുകളിൽ കിടക്കുന്ന ഒരു വരെയാണ് ആവറേജ് എന്ന് പറയുന്നത്. And in the root of the I square root is called root mean square current value denoted by IRMS. അപ്പോൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ I square ആവറേജ് വാല്യൂ എടുക്കുക. അപ്പോൾ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് IRMS is equal to root of I0 square by 2 എന്ന് കിട്ടും. ഓക്കെ, I0 മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്. I0 by root 2 എന്ന് പറയുന്നത് എന്തായാലും 1/√2 എന്ന് പറയുന്നത് 0.707 ആണ് I0. അപ്പൊ ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് പറയുന്നത്, അവിടുത്തെ RMS വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. ദിസ് RMS വാല്യൂ ഓഫ് ദ സൈനസ് വേരിയിങ് കറന്റ് ഫോർ ഫുൾ സൈക്കിൾ ഈസ് ഈക്വൽ ടു 70.7% ഓഫ് ദ പീക്ക് വാല്യൂ. അപ്പൊ അവിടുത്തെ IRMS വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ IRMS വാല്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സൈക്കിൾ നോക്കുന്ന സമയത്ത് പീക്ക് വാല്യൂന്റെ 70.7% എന്തായിരിക്കും, ഈ ഒരു റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് മീൻ ഫംഗ്ഷൻ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു മെത്തേഡാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെറിവേഷൻസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, അതുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ കൂടി എന്ത് ചെയ്യുക, അവിടെ നോക്കി വെച്ചിരിക്കുക. ഇതേപോലെ തന്നെ IRMSന്റെ വാല്യൂ കിട്ടി. അപ്പൊ IRMS എന്ത് ഇടുന്നു, അതിന് ഇക്വലന്റ് ആയിരിക്കും എന്ത്, ERMS എന്ന് പറയുന്നത്. ERMS is equal to E0 by root 2 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇതിലെ RMS വാല്യൂവിൽ നോക്കേണ്ടത്. ഇനി അടുത്ത് വരുന്നത് നമുക്ക് റെപ്രസെന്റേഷൻ ഓഫ് സയൻസിൽ വോൾട്ടേജും കറണ്ടും ആണ്. അതായത് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും റെപ്രസെന്റേഷൻ, ഫേസർ ഡയഗ്രം ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ചെയ്യുന്നത് നോക്കേണ്ടത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ഈ ഫേസർ ഡയഗ്രം ബന്ധപ്പെട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ് ഉണ്ട്. അതിലൊന്നാണ് സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ഉള്ളി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടൻസ് ഉള്ളി. അപ്പൊ നമുക്ക് ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട് AC കറണ്ട് കൊടുത്ത് എന്തൊക്കെ വേരിയേഷൻ ഉണ്ടാകാൻ പറ്റും, അതാണ് അവിടെ നോക്കുന്നത്. നെക്സ്റ്റ് വരുന്ന കണ്ടീഷൻ ആണ് ദാറ്റ് ഈസ് ദ സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഉള്ളി. അടുത്ത സ്റ്റെപ്പ് LCR സർക്യൂട്ട്, സീരീസ് റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയും. എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സർക്യൂട്ട് വരും. അതായത് ഈ റെസിസ്റ്റർ സർക്യൂട്ട്, കപ്പാസിറ്റർ സർക്യൂട്ട്സ്, അതുപോലെ തന്നെ ഇൻഡക്ടർ സർക്യൂട്ട്, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്ന LC സർക്യൂട്ട്. ഇതിലാണ് നമുക്ക് റെസൊണൻസ് എന്ന കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം LCR സർക്യൂട്ടിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ.